Hi dears, welcome back to Mayflower. Today we are discussing the chapter On Seeing England for the First Time by Jamaica Kincardine. It's an autobiographical essay, and Jamaica Kincardine is an Antiguan novelist and essayist. ഒരു കരീബിയൻ എഴുത്തുകാരിയാണ് ജമൈക്ക കിൻകാർഡ്. അവരുടെ ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഷീ പബ്ലിഷ്ഡ് ഹെർ എസ്സേ ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ മാഗസിൻ ട്രാൻസിഷൻ ഇൻ 1991. 1991 ട്രാൻസിഷൻ എന്ന മാഗസിനിലാണ് അവർ ഈ എസ്സേ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. And in the essay, she presents her stance on the position England holds on her and as an individual who has experienced the colonization closely in her Caribbean hometown. ഒരു കോളനിയായിരുന്നു, ഇംഗ്ലണ്ടിന്റെ കോളനിയായ കരീബിയൻ ഹോം ടൗണിൽ അവരനുഭവിച്ച ആ കോളനൈസേഷന്റെ ഫലങ്ങളും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് എന്ന രാജ്യം അവരുടെ മനസ്സിൽ വരുത്തിയ ആ ഒരു ബോധവും ഒക്കെയാണ് അവർ ഈ എസ്സേയിൽ ചർച്ച ചെയ്യുന്നത്. ഷീ ഈസ് പ്രീഓക്കുപൈഡ് വിത്ത് ദി colonial enterprise and its phases, then post-colonial dilemmas pertaining to identity and home, the imperial internalizing ideologies propagated by the education system, and the double oppression of women due to racial segregation. ഈ ഒരു എസ്സേയിൽ അവർ പ്രധാനമായിട്ടും വെളിപ്പെടുത്തുന്നത് കൊളോണിയൽ എന്റർപ്രൈസ് എന്താണ്, കോളനൈസേഷൻ, അതേപോലെ കരീബിയ എന്ന കോളനി, ബ്രിട്ടീഷുകാരുടെ കോളനിയായ ആ പ്രദേശത്തിന്റെ ഇഫക്റ്റ്, ആ പ്രദേശം അല്ലെങ്കിൽ അവരുടെ ഹോം ടൗൺ ജമൈക്ക കിൻകാർഡ് എന്ന എഴുത്തുകാരിയിൽ വരുത്തിയ മാറ്റം, എന്ന വ്യക്തിയിൽ വരുത്തിയ മാറ്റം, അതേപോലെ തന്നെ ഇറ്റ്സ് ഫെക്കീഡ്സ് അതിന്റെ പരിണിത ഫലങ്ങൾ, കോളനൈസേഷനും അതിന്റെ റിസൾട്ട്സും ഓർ ദ കോൺസിക്വൻസസ്, ദെൻ പോസ്റ്റ് കൊളോണിയൽ ഡിലെമാസ് അതിനുശേഷം കോളനൈസേഷന് ശേഷമുള്ള കൺഫ്യൂഷൻസ്, ഡിലെമ മീൻസ് കൺഫ്യൂഷൻ, അതിനുശേഷമുള്ള ജനങ്ങളുടെ അവസ്ഥ, ദെൻ pertaining to identity and home അവരുടെ സ്വന്തം വ്യക്തിത്വം, അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു രാജ്യത്തെ കുറിച്ചും ഒക്കെയുള്ള അവരുടെ ആ ഒരു അവബോധം, ആൻഡ് ദ ഇമ്പീരിയൽ ഇന്റർണലൈസിംഗ് ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഈ ഇമ്പീരിയൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ്. ഈ ബ്രിട്ടീഷുകാര് പരത്തുന്ന ഐഡിയോളജീസ്, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ അവരവരുടെ മേൽക്കോയ്മയാണ് മറ്റു രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആശയങ്ങൾ, അതോടൊപ്പം തന്നെ ദ ഡബിൾ ഓപ്പറേഷൻ ഓഫ് വിമൻ ഡ്യൂ ടു റേഷ്യൽ സെഗ്രിഗേഷൻ, ആ ഒരു വർണ്ണ വ്യത്യാസത്തിന്റെ പേരിൽ, റേസ് മീൻസ് വർഗം, ആ ഒരു വർഗത്തിന്റെ ആ ഒരു വിഭജനത്തിന്റെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഡബിൾ ഒപ്രഷൻ. ഈ എസ്സേയിലൂടെ സ്ത്രീകൾ രണ്ട് തരത്തിൽ അവഗണന അനുഭവിക്കപ്പെടുന്നു എന്നവർ വെളിപ്പെടുത്തുന്നു. ഒന്ന് സ്ത്രീ എന്ന നിലയിലുള്ള അവഗണന, മറ്റൊന്ന് റേഷ്യൽ ഡിസ്ക്രിമിനേഷനിലൂടെ, വർണ്ണ വിവേചനത്തിലൂടെയുള്ള അവഗണന. അങ്ങനെ രണ്ട് തരത്തിലുള്ള അവഗണന സ്ത്രീകൾ അനുഭവിക്കുന്നു. ഇതൊക്കെയാണ് അവർ ഈ എസ്സേയിലൂടെ വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഇൻ ദ എസ്സേ ഷീ റിവീൽസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് and its reality, and it is wide, deep and dark. ഈ എസ്സേയിലൂടെ അവർ വെളിപ്പെടുത്തുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ കുറിച്ചുള്ള ആശയം, ആൻഡ് ഇറ്റ്സ് റിയാലിറ്റി, യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് എന്താണ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് പ്രചരിപ്പിക്കുന്ന തങ്ങൾ ഇന്ന രാജ്യമാണ്, തങ്ങളുടെ ആശയങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള അവരുടെ പ്രചാരണവും, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇംഗ്ലണ്ട് എന്താണ് എന്നുള്ളതുമുള്ള ആ ഒരു കാര്യങ്ങള്, അതേപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈസ് വൈഡ്, ഡീപ്പ് ആൻഡ് ഡാർക്ക്, ആ ഒരു യാഥാർത്ഥ്യം, ആ റിയാലിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് ഡീപ്പ്, വൈഡ് ആൻഡ് ഡാർക്ക്, വളരെയധികം വിശാലമായ ഒന്നാണ്. വിശാലം മീൻസ് വളരെയധികം അകലത്തിലാണ്. റിയാലിറ്റിയും ആ ഒരു ആശയവും രണ്ടും രണ്ട് തട്ടിലാണ്. ആൻഡ് ഇൻ ഹർ യൂത്ത് ലൈഫ് ഷീ വാസ് ഫെഡ് അപ്പ് വിത്ത് ദി ഐഡിയ ഓഫ് ഇംഗ്ലണ്ട് ആസ് എ ലാൻഡ് ഓഫ് മാജസ്റ്റി ആൻഡ് കസ്റ്റംസ്, ബട്ട് ലേറ്റർ her visit to her adulthood through the country and its people brought reality.
ചെറുപ്പകാലഘട്ടത്തിൽ അവർ ഇംഗ്ലണ്ട് എന്ന ആശയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടത് ഇമ്പീരിയൽ രാജ്യമാണ്, അതേപോലെ തന്നെ ഇറ്റ് ഇസ് എ ലാൻഡ് ഓഫ് കസ്റ്റംസ് ആൻഡ് മാജസ്റ്റി, രാജഭരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ നാടാണെന്നാണ് അവർ അവരുടെ ചെറുപ്പത്തിൽ പഠിച്ചത്. പക്ഷേ പിന്നീട് അവരുടെ അഡൽട്ട്ഹുഡിലായ സമയത്ത് ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിലൂടെ സഞ്ചരിക്കാൻ അവസരം, ആ ഒരു രാജ്യത്തിലും സാധാരണക്കാരുടെ ഇടയിലും കൂടി സഞ്ചരിക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജഭരണത്തിലൂടെ അധികാരികൾ പറയുന്ന ഒരു രാജ്യമല്ല ഇംഗ്ലണ്ട്, മറിച്ച് അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് her words echo the feelings of colonization and its victims. ഇവരുടെ വാക്കുകളിലൂടെ കോളനിവൽക്കരണവും അതിന്റെ ഇരകളുടെയും ഫീലിങ്സ് ആണ്, വികാരങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. And she opens the essay by revealing the philosophical difference between the idea and reality. യാഥാർത്ഥ്യവും ആശയവും തമ്മിലുള്ള വ്യത്യാസം വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ എസ്സേ തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അധികാരികൾ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെ കുറിച്ച് പറയുന്ന ആശയങ്ങളും അതിലെ യാഥാർത്ഥ്യവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. രണ്ടും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസും മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഈ എസ്സേ ആരംഭിക്കുന്നത്. The imperial power of England promote their culture and suppress the colonies that show a different diversion. ഇംഗ്ലണ്ട് ഈ കോളനിവൽക്കരണം നടത്തുന്ന അല്ലെങ്കിൽ ഈ കോളനികളായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ അവരുടെ സംസ്കാരം പിന്തുടരുന്നതിൽ നിന്ന് പിന്മാറ്റുന്നു. അതായത് തങ്ങളുടെ സംസ്കാരം ഈ കോളനികളിൽ അടിച്ചേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്കാരവുമായിട്ട് അല്ലെങ്കിൽ തനതായ സംസ്കാരവുമായിട്ട് മുന്നോട്ട് വരുന്ന രാജ്യങ്ങളെ അവർ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് എ ഡിഫറെന്റ് ഡൈവേർഷൻ. ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ കോളനിയിലെ ആചാരങ്ങളും ഇംഗ്ലണ്ടുകാർ നടപ്പാക്കുന്ന, കോളനികളിൽ നടപ്പാക്കുന്ന ആചാരങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യസ്തമാണ്. അവർ ശ്രമിക്കുന്നത്, ഇംഗ്ലണ്ടുകാർ ശ്രമിക്കുന്നത് അവരുടേതായിട്ടുള്ള സംസ്കാരവും അതേപോലെ തന്നെ റിച്വൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കോളനികളിൽ അടിച്ചേൽപ്പിക്കാം. She reveals her physical encounter with England in her adulthood and her ideological encounter, and it is the central idea of the essay. അവരുടെ ഈ ഒരു എസ്സേയിൽ അവർ വെളിപ്പെടുത്തുന്നത് ആ ഒരു ഫിസിക്കൽ എൻകൗണ്ടർ, വലുതായ സമയത്ത് ചെറുപ്പകാലത്തിൽ അവരുടെ ഉള്ളിലുള്ള ഇംഗ്ലണ്ട് എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തയും വളർന്നതിന് ശേഷം കുറച്ച് അഡൽട്ട്ഹുഡ് എത്തിയ സമയത്ത് ഇംഗ്ലണ്ട് എന്ന രാജ്യവും അതിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പഠിച്ച സമയത്ത് ആ ഒരു യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് ഈ എസ്സേയിൽ പറയുന്നത്. And on a journey from the school days, she sees England for the first time on the map and feels it as a leg of mutton, contrasting the dual status of it. ചെറിയ സ്കൂൾ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂൾ മാപ്പിൽ അവർ കാണുന്നത് ഇംഗ്ലണ്ടിന്റെ ചിത്രം ഒരു മട്ടൻ ലെഗ് പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് ഇംഗ്ലണ്ട് പറയുന്നത് അവരൊരു ജുവൽ സ്റ്റാച്യു ആണ്, അല്ലെങ്കിൽ ഒരു ജുവൽ സ്റ്റാറ്റസ് ആണ് തങ്ങൾക്കുള്ളത് എന്ന് ഇംഗ്ലണ്ട് അവകാശപ്പെടുമ്പോഴും ഈ ജമൈക്ക കിൻകാർഡിന് തോന്നുന്നത് ഒരു മട്ടന്റെ ലെഗ് പോലെയാണ് മാപ്പിൽ ഈ ഇംഗ്ലണ്ടിന്റെ ചിത്രം കാണുന്നത്. ആൻഡ് ഇംഗ്ലണ്ട് ട്രാവൽസ് around the world by highlighting the message of equality and better opportunity. ഇംഗ്ലണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ച് കോളനികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കോളനികൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പറയുന്നത് അവിടെയുള്ള ആളുകളെ സംസ്കാരം പഠിപ്പിച്ച് നന്നാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതേപോലെ തന്നെ ഇക്വാലിറ്റി ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി, എല്ലാവരും സമന്മാരായി കാണുക, അതേപോലെ തന്നെ എല്ലാവർക്കും അവസരം കൊടുക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ ലോകം മുഴുവൻ കോളനികൾ ഉണ്ടാക്കിയത്. The Caribbean students think of England as a holy and mystical place possessing the fountain of knowledge. കരീബിയയിലെ കുട്ടികൾ ഇംഗ്ലണ്ടിനെ കണക്കാക്കിയത് ഒരു പരിശുദ്ധമായ സ്ഥലമാണ്, അതോടൊപ്പം തന്നെ മിസ്റ്റിക്കൽ പ്ലേസ് ആണ്, അതേപോലെ തന്നെ ഒരുപാട് അറിവുകളുള്ള ഒരു പരിശുദ്ധമായ സ്ഥലമാണ് ഇംഗ്ലണ്ട് എന്നാണ്. കാരണം ഈ ഇംഗ്ലണ്ട് പ്രചരിപ്പിക്കുന്നത്
ഇക്വാലിറ്റി ആൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയിട്ട് അവർ പ്രചരിപ്പിക്കുന്ന ഈ ആശയം അറിഞ്ഞിട്ട് കരീബിയൻ കുട്ടികൾ വിചാരിക്കുന്നത് ഇംഗ്ലണ്ട് ഇസ് എ holy and mystical place having a fountain of knowledge. Then she highlights the materiality that England symbolizes as everything she wears, eats and uses are made in England. ഇനി മറ്റൊന്ന് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ ജനത ഉണ്ണുന്നതും ഉടുക്കുന്നതും അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്നതുമായ എല്ലാ സാധനങ്ങളും ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള ആശയവും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. എക്സെപ്റ്റ് ഫോർ നാച്ചുറൽ എലമെന്റ്സ് വൈൽ ഇംഗ്ലണ്ട് കുഡിന്റ് റൂൾ ഓവർ, പക്ഷേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇംഗ്ലണ്ടിന് അതിന്റെ മേൽക്കോയ്മ നിലനിർത്താൻ സാധിക്കുന്നില്ല. Even her parents encourage her to naturalize England's lifestyle by incorporating culinary habits of using a fork and a knife rather than hands. ഈ കരീബിയൻ ജനതയിലെ, അതായത് ഈ കോളനിയാക്കപ്പെട്ട കരീബിയൻ ജനത അവരുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഫോർക്കും നൈഫും ഉപയോഗിക്കാനാണ്. ഹാൻഡ്സ്, കൈകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഫോർക്കും നൈഫും ഉപയോഗിക്കാനാണ്. അതായത് ഇംഗ്ലണ്ടിന്റെ ശീലം പിന്തുടരാനാണ് ഈ കരീബിയൻ ജനതയെ ഈ പാരൻസ് പോലും ആവശ്യപ്പെടുന്നത്, അവർ ആ കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് നമ്മളുടെ ഇന്ത്യയിലുള്ളത്. അതായത് ഇംഗ്ലണ്ടിന്റെ അനുകരിക്കുന്ന ഒരു ജനത, സ്കൂൾ കുട്ടികളെ ഷൂ, സോക്സ്, ടൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അനുകരണം, അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ നടപ്പിലാക്കിയതും ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം തന്നെ ഇംഗ്ലണ്ടിന്റെ അനുകരണമാണ്. ദെൻ by using fork and knife rather than hands. She says that space between the idea and the reality is entirely different and wide. ആ ഒരു അനുകരണമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇംഗ്ലണ്ടിലെ ജനതയും സാധാരണക്കാരും അതേപോലെ തന്നെ അവർ അവകാശപ്പെടുന്ന ആശയങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോഴും അവിടെ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട് എന്നാണ് ജമൈക്ക കിൻകാർഡ് അവകാശപ്പെടുന്നത്. ഷീ റിയലൈസസ് ദി ഇംപ്ലിസിറ്റ് പവർ ആൻഡ് മീനിങ്. ആ ഇംഗ്ലണ്ട് എന്ന രാജ്യത്തിന്റെ ശക്തിയും അതിന്റെ അർത്ഥവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബട്ട് ഷീ ഈസ് അൺഏബിൾ ടു ഡ്രോ ഇംഗ്ലണ്ട്സ് മാപ്പ് കറക്റ്റ്ലി വെൻ ഷീ ഗ്രോൺ അപ്പ്. അവർ വളർന്ന സമയത്ത്, അവരെ ഒരു വളർച്ച എത്തിയ സമയത്ത് അവർക്ക് ഇംഗ്ലണ്ടിന്റെ ആ മാപ്പ് ശരിയായ രീതിയിൽ വരയ്ക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് ദർ ഈസ് എ വൈഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഐഡിയ. ആ ഇംഗ്ലണ്ട് എന്ന അവകാശവാദവും അതിന്റെ യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസം, അജഗജാന്തര വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ മാപ്പ്, ഇംഗ്ലണ്ടിന്റെ മാപ്പ് ശരിയായ രീതിയിൽ വരയ്ക്കാൻ കഴിയുന്നില്ല. ആൻഡ് ഇംഗ്ലണ്ട്സ് ഹിസ്റ്ററി ലൈസ് ഇൻ ഹെർ മെമ്മറി. ഇംഗ്ലണ്ടിന്റെ ചരിത്രം അവരുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ട്. ബ്ലറിങ് ഹെർ നേറ്റീവ് ടൈസ്. ആ ഓർമ്മകൾ അവരുടെ നേറ്റീവ് ടൈസ്, അതായത് അവരുടെ കുടുംബവുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഹോം ടൗൺ എന്ന കരീബിയ എന്ന ഹോം ടൗണുമായിട്ടുള്ള ബന്ധത്തെ ബ്ലറാക്കി മാറ്റുന്നു. ബ്ലറാക്കി മാറ്റുക മീൻസ് വേഗാക്കി മാറ്റുക, അൺക്ലിയർ ആക്കി മാറ്റുന്നു. ആൻഡ് ജനറേഷൻസ് ഓഫ് മെൻ ഇൻ ഹെർ ഫാമിലി ആർ നെയിംഡ് ആഫ്റ്റർ ആൽഫ്രഡ്, ദറ്റ് ഈസ് ദ കിങ്. അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് ആൽഫ്രഡ് എന്ന പേരിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ കിങ്. കിങ് ആൽഫ്രഡിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവരുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആൽഫ്രഡ് എന്ന പേരിലാണ് അവരുടെ പേരുള്ളത്. ആൻഡ് ഷീ ഹ്യൂമറസ്ലി സേസ് ദാറ്റ് നൺ ഓഫ് ദം വാസ് ലൈക്ക് ദ കിങ്. പക്ഷെ വളരെ പരിഹാസപൂർവമായിട്ട് അവർ പറയുന്നത് തൻ്റെ കുടുംബത്തിലുള്ള ആണുങ്ങൾക്കൊക്കെ ആൽഫ്രഡ് എന്ന പേരാണ് ഉള്ളത് എങ്കിലും ഈ രാജാവിന്റെ പേരിലാണ് ഈ ആൽഫ്രഡ് എന്നുള്ള ആ ഒരു പേര് ഇവരിട്ടത്. പക്ഷേ രാജാവിനെ പോലെ ഇവരായിരുന്നില്ല, രാജാവിന്റെ ഒരു ഗുണവും ഇല്ലാത്ത ആളുകളായിരുന്നു ഈ തന്റെ കുടുംബത്തിൽപ്പെട്ട ആണുങ്ങൾ എന്നാണ് അവർ പറയുന്നത്. She again says that literature proposes a rosy England, but in reality the walks through England are not pleasure but an act of labor, that is a burden that only death or an automobile can relieve people. ഇവർ പറയുന്നു, വീണ്ടും നമ്മുടെ റൈറ്റർ പറയുന്നത്,
ഇംഗ്ലണ്ട് എന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇറ്റ് ഈസ് എ റോസി ഇംഗ്ലണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെയധികം ആകർഷകമുള്ള, അതേപോലെ തന്നെ ഇമ്പീരിയൽ പവർ ആയിട്ടുള്ള ഒരു ശക്തിയാണ് ഇംഗ്ലണ്ട് എന്നാണ്, വളരെ ആകർഷണീയമായ രീതിയിലാണ് ഇംഗ്ലണ്ടിനെ ലിറ്ററേച്ചർ, സാഹിത്യം വരച്ചു കാണിക്കുന്നത്. പക്ഷേ ബട്ട് എ വാക്ക് ത്രൂ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലൂടെ നടക്കുകയാണ് എങ്കിൽ ദ വാക്ക് is not pleasure but is an act of labor. പക്ഷെ നമ്മൾ ഇംഗ്ലണ്ടിലൂടെ നടക്കുകയാണെങ്കിൽ അതൊരു സന്തോഷമല്ല നമുക്ക് തരുന്നത്, മറിച്ച് അതൊരു പ്രയാസമാണ് തരുന്നത്. കാരണം ഇറ്റ് സീംസ് ടു ബി എ ബേർഡൻ, ഒരു ഭാരമായി തോന്നുന്നു. അതായത് ഇംഗ്ലണ്ടിലെ പച്ചയായ മനുഷ്യർക്ക് ഇംഗ്ലണ്ട് എന്നത് ഒരു ജയില് പോലെ അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് അവർക്ക് തോന്നുന്നു. കാരണം മരണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശക്തിക്കോ മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയും ഇംഗ്ലണ്ടിലുണ്ട് എന്നാണ് റൈറ്റർ അവകാശപ്പെടുന്നത്. ഫോർ ഇംഗ്ലണ്ട് ആൻഡ് ദ ഇംഗ്ലീഷ് ദ വേൾഡ് ബിലോങ്സ് ടു ദം ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഈസ് തേയേഴ്സ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ ലോകം അവരുടേതാണ്, അതേപോലെ തന്നെ എല്ലാ നല്ല കാര്യങ്ങളും അവരുടേതാണ്, തങ്ങൾ ചെയ്തതാണ് ഇതൊക്കെ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. But she wants to live a life without any privileges and banal pretense and enforced lifestyle. പക്ഷേ നമ്മുടെ എഴുത്തുകാരിയായ ജമൈക്ക കിൻകാർഡ് ആവശ്യപ്പെടുന്നത് ഷീ വോണ്ട്സ് ടു ലിവ് എ ലൈഫ് വിതൗട്ട് എനി പ്രിവിലേജ്. അങ്ങനെ ഒരു അവകാശവാദങ്ങളും ഇല്ലാത്ത ഒരു രാജ്യത്ത് താമസിക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ എ ബാനൽ പ്രിറ്റൻസ്, വെറുതെ ഒരു നാട്യം അല്ലെങ്കിൽ ഒരു കപടമായ പറച്ചിലല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന ആശയങ്ങൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം, അങ്ങനെയുള്ള ഒരു ജീവിതമല്ല അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് എൻഫോഴ്സ്ഡ് ലൈഫ് സ്റ്റൈൽ, നിർബന്ധമായിട്ടും അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയുമല്ല നമ്മുടെ റൈറ്റർ ആഗ്രഹിക്കുന്നത്. മറിച്ച് അവർ ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു ജീവിത രീതി, ഒരു ഫ്ലുവൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജീവിതം. ആ ഒരു ജീവിത രീതിയാണ് റൈറ്റർ ആവശ്യപ്പെടുന്നത്. അതായത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കലൊന്നുമില്ലാതെ സ്വന്തം സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക, ഈ ഒരു ജീവിതമാണ് റൈറ്റർ ആവശ്യപ്പെടുന്നത്. ഇനി ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദി ഐറോണിക് എബൌട്ട് ദ ടൈറ്റിൽ? വാട്ട് ഈസ് ഐറോണിക് എബൌട്ട് ദ ടൈറ്റിൽ? അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദി എസ്സേ ഓൺ സീയിങ് ഇംഗ്ലണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം? ആദ്യമായിട്ട് ഇംഗ്ലണ്ടിനെ കണ്ടപ്പോൾ എന്നുള്ള ആ ടൈറ്റിലിന്റെ പ്രത്യേകത എന്താണ്? അതിലെ ഐറോണിക് മീൻസ് വിരുദ്ധമായ കാര്യം, കോൺട്രഡിക്ടറി ഫാക്ടേഴ്സ്. അത് നമ്മൾ പറഞ്ഞു, ഈ ഇംഗ്ലണ്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ലിറ്ററേച്ചറിലൊക്കെ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ റോസി പ്ലേസ്, ബട്ട് ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് നോട്ട് സോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടൈറ്റിൽ പ്രാധാന്യത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. These are the main points. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.